ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയരെ, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണാം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം തരുന്ന ഒരു പിതാവായ ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ പിതാവായ ദൈവം നമുക്ക് വേണ്ടി അത്ര വലിയ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. അതിലൂടെ ദൈവ കുടുംബത്തെ ഒരുക്കുന്നു. സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. തേങ്ങയിൽ ദൈവം വിത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. തേങ്ങയിൽ ദൈവം തെങ്ങ് എന്ന ഒറ്റ തടി വൃക്ഷം ഒരുക്കി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് പുറത്തു വരുന്നത് എങ്ങനെ? തേങ്ങ തകർക്കപ്പെട്ട് ഒരു തെങ്ങ് പുറത്തു വരും. അങ്ങനെ അനേക തേങ്ങകൾ മുള പൊട്ടി അകം വളർന്ന് ആദ്യത്തേത് തകർത്ത് പുതിയത് വരുന്നു. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ദൈവം അകത്ത് മറച്ചു വച്ചിരിക്കുന്ന ഫങ്ഷൻ. അതേപോലെ ദൈവം നമ്മെയും ദൈവത്തിൽ ക്രിസ്തുവിനുള്ളിൽ മറച്ചു വച്ചിരിക്കുന്നു. നമ്മെ ക്രിസ്തുവിനുള്ളിൽ ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുന്നു. ഒരു തേങ്ങയിൽ ദൈവം ഒരു തെങ്ങിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ അകത്ത് ഒരു ക്രിസ്താനുരൂപനെ, ദൈവപുത്രനെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. പുറമേയുള്ള മനുഷ്യപുത്രൻ തകർന്നാൽ ദൈവപുത്രൻ പുറത്തു വരും. ആ യേശുവും പിതാവായ ദൈവവും എത്രമാത്രം നിറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ, നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം പച്ച വച്ച് പുഷ്ടി വെച്ച് ബലം പ്രാപിക്കുമോ, എത്രമാത്രം ആത്മാവിനാലും ജീവനാലും നിറയുമോ, അത്രമാത്രം നമ്മുടെ ഉള്ളം വികസിക്കും, ഉള്ളം വിശാലമാകും, ഉള്ളം വർദ്ധിക്കും. അത്രമാത്രം ഭൂമിയിലേക്ക് ദൈവം